ഇതാണ് ശാലോം ഷാജി, ഹൈടെക് അപ്പോത്തൊലിയൻ. മക്കളില്ലാത്തവർക്ക് മക്കളോയിൽ തേൻ എണ്ണ. ക്രിസ്തുവിനെ മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തുന്ന ആത്മീയ കുർവാ സംഘങ്ങളിലെ ഭീകരന്മാരാണ് അപ്പോത്തൊലിയന്മാർ. ഇവർ സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരാണ്. ആദ്യം എവിടെ നിന്നെങ്കിലും ഒരു കോട്ടും ടൈയും വാടകയ്ക്കെടുത്ത് കക്ഷത്തിൽ ഒരു വേദപുസ്തകവുമായി ഇറങ്ങുന്നവന്മാരുടെ ആദ്യ പണിയായുധം ഇവരുടെ നാക്കാണ്. നാക്കുകൊണ്ട് ഇവന്മാർ മുണ്ണകളെ അടിച്ചിടും. അങ്ങനെ പണാപഹരണം നടത്തി സ്വന്തമായി ഒരു വലിയ പൈശാചിക കേന്ദ്രം പണിയും, ഒരു സാമ്രാജ്യം തന്നെ പിന്നീട് തീർക്കും. സുവിശേഷ കൊള്ളക്കാർക്ക് മാർക്കറ്റിങ്ങിനായി അരമണിക്കൂർ വീതം ടൈം സ്ലോട്ട് വിൽക്കുന്ന ധാരാളം ചാനലുകൾ ഇവിടെയുണ്ട്. ഇവയിലൂടെ പരിപാടി നടത്തിയും ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാർക്കറ്റിംഗ് നടത്തിയും ഇവർ മൊണ്ണവിശ്വാസികളിലേക്ക് എത്തിച്ചേരും. ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുവാൻ പ്രയർ അസിസ്റ്റൻസ് എന്ന പേരിൽ നല്ല ശബ്ദമുള്ള സ്ത്രീകളെ ശമ്പളക്കാരായി ഇരുത്തിയിട്ടുമുണ്ടാവും. ഇപ്രകാരം വിളിക്കുന്നവരെ ആകർഷിച്ച് അവരെ സംസാരിപ്പിച്ച് ഇവരുടെ പല സ്ഥലങ്ങളിലുള്ള പൈശാചിക കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ സ്ത്രീകളുടെ ജോലി. ഇവർക്കും ടാർജറ്റുണ്ട്. അപ്പോത്തൊലിയൻ്റെ പ്രാർത്ഥനാ പടയാളികൾ എന്നാണ് ഈ തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ഓമനപ്പേര്. അതുപോലെ തന്നെ പ്രാർത്ഥന കൂടാതെ ഇവന്മാർ പല പല പ്രോഡക്റ്റുകളും മൊണ്ണവിശ്വാസികളെ അടിച്ചേൽപ്പിക്കാറുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരോ പ്രോഡക്റ്റ് ഇവന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് പുരട്ടുവാനും ഉള്ളിൽ കഴിക്കുവാനും ഗ്രീൻ ഓയിൽ, തേൻ, പലതരം വേദനയും ചൊറിച്ചിലും കടിയുമൊക്കെ ഉള്ളവർക്ക് എണ്ണ, ഉന്മേഷമില്ലാത്തവർക്ക് ഗ്രീൻ ടീ, ഗ്രീൻ ഓയിൽ എന്ന പേരിൽ ശാരീരിക സ്രവങ്ങൾ, നല്ല മാർക്ക് മേടിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ ബ്ലസ്ഡ് പേന, കർത്താവിൻ്റെ തൊങ്ങൽ എന്ന് പറഞ്ഞ് അവൻ്റെ കോണകം വരെ പീസുകളാക്കി വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. പ്രശ്നം ഉള്ളിടത്ത് ആ തുണിക്കഷ്ണം വെച്ചാൽ എല്ലാം മാറിക്കിട്ടുമെന്ന്. പഴംതുണി മാത്രമല്ല, ഇവന്മാരുടെ കഫവും മൂത്രവും സ്രവങ്ങളും വരെ ഇവന്മാർ ബ്ലസ്ഡ് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്നു. തലയിൽ ആൾതാമസമില്ലാത്ത മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാശും കൊടുത്തു മേടിച്ച് വാരിപ്പുരട്ടുന്നു, കഴിക്കുന്നു, സൂത്രം പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്നു. അതുപോലെ ഇവരെ വിളിക്കുന്നവരുടെ വീടുകളിൽ പ്രാർത്ഥനാ പടയാളികൾ എന്ന പേരിൽ ആളുകൾ കൂട്ടമായി പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നും പല പല ആവശ്യങ്ങൾ പറഞ്ഞ് കിട്ടുന്നത് പിടുങ്ങുന്നു. അതുകൂടാതെ ഇവരുടെ സംഭാവനകളും ദശാംശവും ഒക്കെ ഇടുവാൻ ഒരു കുടുക്ക ആ വീട്ടിൽ വെക്കുന്നു. എല്ലാ മാസവും പ്രാർത്ഥനയ്ക്ക് എന്ന പേരിൽ ഇത് പോയി പിരിക്കുന്നു. അങ്ങനെ നമുക്ക് വിചാരിക്കുവാൻ പോലും വയ്യാത്ത വ്യാപ്തിയിലുള്ള ആസൂത്രിത തട്ടിപ്പാണ് ഈ തസ്കര സംഘം ദൈവത്തിൻ്റെ പേരിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തിരുവനന്തപുരം സ്വദേശിയായ മാത്യു എന്നൊരാളുടെ ഫോൺ കോൾ ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന പേരിൽ ഷാജി എന്നൊരു തീവട്ടിപ്പാച്ചർ വിശ്വാസികളെ വലിപ്പിച്ച് കോടീശ്വരനായി സുവിശേഷ കൊള്ള നടത്തുന്നു എന്ന വിവരം ആണ് അദ്ദേഹം എനിക്ക് നൽകിയത്. ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം സത്യമാണെന്ന് മനസ്സിലായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ആത്മീയ കൊള്ളക്കാരൻ വൻതോതിൽ കൊള്ള നടത്തി പന്നിയോട് വലിയൊരു പൈശാചിക കേന്ദ്രം പണിത് അവിടെ ഒരു ഹൈടെക് സെൻ്ററും സ്ഥാപിച്ചു. ഇന്ന് മകനടക്കം കുടുംബസമേതമാണ് ആത്മീയ കൊള്ള നടത്തുന്നത്. മാത്യുവിൻ്റെ ആ ഫോൺ കോൾ കേട്ടാലും. എൻ്റെ പേര് മാത്യൂസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ആ ചാനൽ കാണാറുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആരാധിച്ച് പുകഴ്ത്തുന്ന ഒരു വ്യക്തിയാണ്. ദൈവം എനിക്ക് നന്മകളും തന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാണുന്ന ദൈവത്തെ ദൈവത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ച് സാർ പറയാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ കൊട്ടാരക്കര നടന്ന കേസിൽ ഇതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാട് താലൂക്കിൽ പന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേമാതിരി സംഭവം പ്രവർത്തിക്കുന്നുണ്ട്. എന്താ വരുന്നത്? ഇതുപോലത്തെ വ്യാജ പ്രവർത്തനങ്ങൾ തന്നെ. ആരാണ്? ഷാജി എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. പന്നിയോടാണ് ഈ സ്ഥലം. സഭയുടെ പേരെന്താ? ശാലോം. യൂട്യൂബിലൊക്കെ അത് ഉണ്ട്. പുള്ളിയെ മകന് ഇതുപോലെ പ്രസംഗിക്കുന്നതും ചാടുന്നതും ഓടുന്നതൊക്കെ ഉണ്ട്. എന്തോ അവൻ എന്ത് തരം തട്ടിപ്പാണ്? തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പി എണ്ണയ്ക്ക് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിനും വിലയാണ്. പുള്ളിയെ കാണണമെങ്കിൽ തന്നെ ടോക്കൺ എടുക്കണം. അതുപോലെ തന്നെ എല്ലാത്തിനും കർത്താവിൻ്റെ ഇന്നലെ തൊങ്ങൽ തൊട്ടപ്പോഴത്തന്നെ രോഗിക്ക് സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞു. എവിടുന്നോ തുണികൾ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് അവിടെ വിട്ടിട്ട് അത് വിറ്റ് പൈസ ആക്കുന്നുണ്ട്. അവൻ ഈ പഴംതുണി എന്താന്ന് പറഞ്ഞ അവൻ മുഖം തുടച്ചതാണോ? എന്തോ അവന്റെ ക്ലെയിം എന്താ? ക്ലെയിം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ രോഗി സുഖം പ്രാപിച്ചു. അതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് കച്ചവടം നടത്തുകയാണ് ഈ തുണി. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലുള്ള. എല്ലാത്തിനും തൊട്ടതിന് പിടിക്കുന്ന എല്ലാത്തിനും കാശാണ്.
പുള്ളിയും പുള്ളിയുടെ മകനൊക്കെ ആണ്. പുള്ളി വേറെ ആരും അവിടെ പാസ്സായിട്ട് വരത്തില്ല. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത്. എല്ലാ കാര്യം പുള്ളി തന്നെ. ഈ ഇവിടുത്തെ ചിന്നു ജോർജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ. പിന്നെ ഇതുപോലെ ഈ പഴന്തുണി കച്ചവടവും എണ്ണ കച്ചവടവും അല്ല പിന്നെ എന്തൊക്കെയാണ് അവൻ കൊടുക്കുന്നത്? എണ്ണ, പ്രാർത്ഥിച്ചെണ്ണ അത് കൊടുക്കണമെങ്കിൽ ഒരു കുപ്പിക്ക് ഇത്ര റുപ്യ വെച്ചുള്ളത്. ഒരു കുപ്പി ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട് കുപ്പി. പിന്നെ അല്ലാതെ ഈ പുള്ളിയെ കാണണമെങ്കിൽ തന്നെ ടോക്കൺ എടുക്കണം. ടോക്കൺ ആദ്യം 500 റുപ്യ ആയിരുന്നു. അല്ലാണ്ട് സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് അത് വേറെ മൊത്തത്തിൽ. പിന്നെ അത് മാത്രമല്ല, ഒരു വിശ്വാസി ആ ചർച്ചിൽ പോവാണെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കണം, അവരെവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയണം. ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് എടുത്തിട്ട് പിന്നെ കുറെ പെണ്ണുങ്ങൾ പോലെ അവരുടെ വീട്ടിലേക്ക് പോവുക. പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തിലേക്ക് വരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയും ഒരു ചെറിയൊരു കുടുക്ക അവിടെ കൊണ്ടുവെക്കും. ഒരു ചെറിയൊരു പോലെ സാധനം അവിടെ കൊണ്ടുവെക്കും. നിങ്ങൾക്കുള്ള ദശാംശമല്ലേ ഇതിനകത്ത് ഇടുക എന്ന് പറയും. അപ്പോൾ പിന്നെ അത് മാസത്തിൽ ഒന്ന് വരും. ഈ കുടുക്ക പൊട്ടിക്കും, എണ്ണും, ശിക്ഷപ്പെടുത്തും, എഴുതും. പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കും. അവർ കയറിയാൽ പോകും. എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലായിടത്തും ഈ കുടുക്ക വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതാണ്. പണപ്പിരിവ് തന്നെ ഇതിൻ്റെ ലക്ഷ്യം. അത് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിശ്വാസികൾ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ എന്താ പറയുക, ഈ പൊടി ഉള്ള ഈ മന്ത്രവാദത്തിന്റെ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഷാജി അവിടെ ഉള്ളത് തന്നെ, പന്നിയോട് ഉള്ള ആള് തന്നെ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഭക്തിയോടെ. പക്ഷെ ഇതൊന്നും അല്ല അതിന്റെ ലക്ഷ്യങ്ങൾ. അന്ത്യകാലം അടുക്കുമ്പോഴത്തേന് ഒരുപാട് കള്ളപ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്ത വിശ്വാസികൾ അതിൽ ചെന്ന് വീഴുകയാണ്. അവർക്ക് പണം സമ്പാദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ അവർ നൽകിയ ഒരു പരസ്യത്തിലെ നമ്പർ കണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കുകയുണ്ടായി. സംഭാഷണം വ്യക്തമാകാതിരുന്നത് കൊണ്ട് ഞാൻ ഫോൺ കോൾ കട്ട് ചെയ്തിരുന്നെങ്കിലും ഷാജിയുടെ പ്രാർത്ഥനാ പടയാളികൾ എന്നെ തിരിച്ചു വിളിക്കുകയുണ്ടായി. ആ സംഭാഷണം ഒന്ന് കേൾക്കുക. ഹലോ, മാത്യു ബ്രദർ അല്ലേ? അതെ അതെ സിസ്റ്ററെ. ബ്രദറെ, നേരത്തെ ആ ഫോണിലെ റേഞ്ചിന്റെ കംപ്ലൈന്റ് വന്നിട്ടാണ് സംസാരിക്കാൻ പറ്റാതായി പോയതേ. അതെ അതെ, ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു. ശരി ബ്രദറെ. അപ്പൊ ഇതും പ്രെയർ ലൈൻ നമ്പർ തന്നെയാണ്. 31, 32 പ്രെയർ ലൈൻ നമ്പർ തന്നെയാണ്. ഏതിൽ വിളിച്ചാലും കിട്ടും ബ്രദറെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ബ്രദറെ, തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് കാട്ടാക്കട ചൂണ്ട് പലകയില് ഷാജി ബ്രദർ ഉള്ളത്. പ്രേയറിന്, പേഴ്സണൽ പ്രേയറിന് രാവിലെ 9 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഉള്ളത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 മണി മുതൽ 4 മണി വരെ കുന്നപ്പുഴ, തൃക്കണ്ണാപുരം കുന്നപ്പുഴ അവിടെ വരുന്നുണ്ട് ബ്രദർ. അവിടെ പ്രേയർ ടവറിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 മണി മുതൽ 4 മണി വരെ അവിടെയുണ്ട്. ഞായറാഴ്ച ബ്രദർ ഉണ്ടാവുമോ? ഞായറാഴ്ച ഉണ്ട് ബ്രദറെ. ആരാധനയാണ്. നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടൂല. പേഴ്സണലായിട്ട് നമുക്ക് സംസാരിക്കണേ എന്തുവാ ചെയ്യേണ്ടത്? ബുക്ക് ചെയ്യണോ? സമയം ബുക്ക് ചെയ്യണോ? അതോ എങ്ങനെയാണ് ഇതിന്റെ? അതെ ബ്രദറെ, ഇപ്പൊ ബ്രദർ വരുന്ന ദിവസവും സമയം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് കോഡ് പറഞ്ഞു തരും. അത് ഇവിടെ വന്നിട്ട് ടോക്കൺ എടുത്താൽ മതി. ടോക്കൺ അല്ലേ? അന്നേരം നമുക്ക് ടോക്കൺ എത്രയാണ് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ളത്? നേരത്തെ എമൗണ്ട് തന്നെയാണോ? അല്ല ബ്രദറെ, അങ്ങനെയല്ല. നിങ്ങൾ ബുക്ക് ചെയ്യും ബ്രദറെ. ഇപ്പൊ ഞങ്ങൾ ഇന്നത്തെ കോഡ് എന്ന് പറയുന്നത് 162 ബ്രദർ എപ്പോഴാണോ വരുന്നത് ആ സമയത്തുള്ള കോഡ് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ബ്രദർ എപ്പോഴാണോ ഇവിടെ പ്രേയർ ടവറിൽ വരുന്നത്, ഇപ്പൊ 2 മണിക്കാണ് വരുന്നതെങ്കിൽ ആ 2 മണി സമയത്തുള്ള ടോക്കൺ ബ്രദറിന് കിട്ടും. ഞാൻ അന്നേരം എങ്ങനെ പൈസ കരുതണമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നമ്മള് വരിക, നമ്മള് ടോക്കൺ എടുക്കുക. ആ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയം പറയുക. ബ്രദറിനോട് നേരിട്ട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്റെ സഹോദരിയുടെ കുഞ്ഞിനൊരു ഇഷ്യൂ വന്നപ്പോഴേ അതുപോലെ മറ്റേ എണ്ണ നമുക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വന്ന് മേടിക്കാതെ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? പോസ്റ്റ് വല്ല അയക്കാൻ പറ്റുമോ? അതെ ബ്രദറെ, കൊറിയർ വഴി നമ്മുടെ ചർച്ചിൽ നിന്ന് അയക്കുന്നുണ്ട്. കൊറിയർ വഴിയാണെങ്കിൽ നമുക്ക് എത്രയാവും അതിന്റെ ഒരു കോസ്റ്റ്? ചർച്ചിൽ നമ്മളിത് കൊടുക്കും. ബ്രദറിന്റെ പേരും ഫോൺ നമ്പർ സ്ഥലം കൂടെ പറഞ്ഞിട്ട് എന്താണ് പ്രോഡക്റ്റ് ആവശ്യം അതും കൂടെ കൊടുക്കുമ്പോൾ അവർ ബ്രദറിന്റെ നമ്പറിൽ വിളിച്ച് ചാർജ് പറഞ്ഞു തരും. നമുക്ക് എന്തൊക്കെ ഉണ്ട്? എണ്ണ അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട് മേടിക്കാൻ നമുക്ക്? അതവിടെ നമുക്ക് ഹണി ഉണ്ട്, ഓയിലുണ്ട്, ഗ്രീൻ ഓയിലുണ്ട്, പിന്നെ പ്രയർ ക്ലോത്ത് ഉണ്ട്, പെന്നുണ്ട്. പ്രയർ ക്ലോത്ത് കഴിഞ്ഞ് എന്താ ഉള്ളേ? പെൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ നല്ല ഇത് കിട്ടാനല്ലേ തേന. ഈ തേൻ എന്തിനു വേണ്ടിയാ നമുക്ക്? ആ തേന് കുഞ്ഞുകുട്ടികൾക്കാണ്. അത് ബ്രദർ നമ്മുടെ ഓരോ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ അതനുസരിച്ചിട്ടാണ് ബ്ലസ്ഡ് പ്രോഡക്റ്റ് കൊടുക്കുന്ന ബ്രദറെ. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് ഒരാഴ്ച നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു? അത് ഒരു പ്രാവശ്യം ഞാൻ ഒരു വിദേശത്താണേ, ഞാൻ കുവൈറ്റിലായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, ഒരു 2 വർഷത്തിന് മുമ്പ് വന്നിരുന്നു. ഞാൻ കാര്യം പറയട്ടെ ബ്രദർ, ഇപ്പം തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത്? എന്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാനിപ്പം വന്നിട്ടുണ്ട്, നാട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പോഴേ. ഇപ്പം ബ്രദർ നാട്ടിലുണ്ട്. അപ്പം ബ്രദറിന് അവിടെ കരമന വരെ എളുപ്പമല്ലേ? തിരുമല, തൃക്കണ്ണാപുരം അല്ലേ? തൃക്കണ്ണാപുരം ബ്രദർ എന്നാ ഉള്ളത്?
തൃക്കണ്ണപുരത്ത് ഇത് കുന്നപ്പുഴയിൽ ബ്രദർ എല്ലാം ശനിയാഴ്ചയും വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഉണ്ട്. ആ, പേഴ്സണലി നമുക്ക് സംസാരിക്കാനുള്ള അവസരം എല്ലാം ഉണ്ടാവും. അതെ ബ്രദറെ, ഇവിടുത്തെ പോലെ തന്നെയാണ്. അവിടെ പോവുക, അവിടുന്ന് ടോക്കൺ എടുക്കുക. നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുന്ന സമയത്ത് നമുക്കകത്ത് കയറി ബ്രദറിനോട് നേരിട്ട് സംസാരിക്കും. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ബ്രദർ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോഴും തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന് അനുയോജ്യമായിട്ടുള്ള ബ്ലസ്ഡ് പ്രോഡക്റ്റ് എല്ലാം കുറിച്ച് തരും. നമുക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്താൽ മതിയോ അതോ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അതിന് പേയ്മെന്റ് ഉണ്ടോ? അല്ല ബ്രദറെ, നമ്മുടെ ഇപ്പോൾ ബ്ലസ്ഡ് പ്രോഡക്റ്റിന് ഓരോ നിശ്ചിത എമൗണ്ട് ഉണ്ട്. ഒരുപാടൊന്നും അല്ല. ബ്ലസ്ഡ് പ്രോഡക്റ്റ് ഇപ്പോൾ ഓയിൽ ആണെങ്കിൽ 50 രൂപ, ഹണിയാണേലോ 20, ഹണി 100. പിന്നെ ഗ്രീൻ ടീയോ? അത് 100. ഒക്കെ എത്ര ഗ്രാം ഉള്ളതാ? അങ്ങനെയല്ല ബ്രദറെ, അത് നമ്മൾ വന്ന് വാങ്ങണം. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 10,000 റുപ്പീസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അന്ന് ഞങ്ങൾക്ക് കുടുംബസമേതം വന്ന് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അന്നേരം പാസ്റ്റർ പറഞ്ഞിരുന്നു നമുക്കൊരു പ്രാർത്ഥന 24 hours പ്രയർ ലൈനാണിത്, നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നേരം അതിനൊരു അന്ന് ഞാൻ 10,000 ആയിരുന്നു കൊടുത്തത്. ഇപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പാക്കേജ് ആണെങ്കിൽ എങ്ങനെയാ? അല്ല ബ്രദറെ, അത് മന്ന ടിവിയിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതാണോ? അതെ മന്ന ടിവിയിൽ പ്രോഗ്രാം സ്പോൺസർ. ആ പ്രയർ വേറെ നമ്മുടെ ടി വി വഴിയുള്ള പ്രോഗ്രാമാണ്. അത് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്? അത് തന്നെയാണ് ബ്രദറെ, 10,000 രൂപ തന്നെയാണ് ഒരു ദിവസത്തേക്കുള്ള. ഒരു ദിവസത്തേക്ക് അല്ലേ? അതുകൂടാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അതുപോലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 10-12 പേര് നമുക്ക് വേണ്ടി 24 hours പ്രയർ ഒരാഴ്ച അങ്ങനെ ഒരു പാക്കേജ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഇപ്പൊ? പ്രയർ ഉണ്ട് ബ്രദറെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥന പടയാളികളുണ്ട്. പ്രാർത്ഥന പടയാളികൾ എന്നാണോ നമ്മൾ അതിനെ പറയുന്നത്? അതെ. അതിന് ക്യാഷ് ഒന്നും അടയ്ക്കേണ്ട. നമ്മുടെ പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ മാത്രം മതി. അത് ഗ്രൂപ്പ് മെസ്സേജ് ഇടും, പിന്നെ അവരെല്ലാം പ്രാർത്ഥിക്കും, ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ്. അന്നേരം ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ഡൊണേഷനോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ത്രൂ നമുക്ക് എങ്ങനെ വാട്സാപ്പ് നമ്പറിൽ വിട്ടാൽ മതിയോ? ഈ വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ മതിയോ? ഗൂഗിൾ പേ അയക്കാൻ പറ്റുമോ ഇതില്? 31,000 അയക്കേണ്ടത് ഗൂഗിൾ പേ. ഏത് ഞാൻ ആദ്യമേ അതിലാണ് ബ്രദറെ. സിസ്റ്റർ ഈ നമ്പറിലുണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല, ഇതില് ഗൂഗിൾ പേ പറഞ്ഞിട്ടില്ല. 9400 ഗൂഗിൾ പേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രോഗ്രാമിലാണ് 10,000 രൂപ. പിന്നെ നമുക്ക് ചർച്ചിൽ ആരാധനയൊക്കെ നടത്താൻ പ്രത്യേകിച്ചാണ്. നമുക്ക് ആരാധന നമുക്ക് ഒരാഴ്ചത്തെ നമുക്ക് അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? അതെ ബ്രദറെ. അത് നമുക്ക് എങ്ങനെ? എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഞാൻ വേറൊരു സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ ഈ ടിനുവിന്റെ ഉദ്ദേശിച്ചിരുന്നേ, കൊട്ടാരക്കര. ഇപ്പൊ ആ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാനിപ്പം പാസ്റ്റർ അടുത്തോട്ട് വരാന്ന് വരുന്നു. അതെ ബ്രദറെ, ഇന്ന് വൈകിട്ടാണെങ്കിൽ ഇന്ന് വരുന്നെങ്കിൽ ഇവിടെ കാട്ടാക്കട ചൂണ്ടുപലകയിൽ ബ്രദർ ഉണ്ട്. ഇപ്പോഴും പ്രയർ ഉണ്ട്. അത് പോയിട്ട് വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയും ബ്രദർ ഉണ്ട്. അന്നേരം ഇന്നത്തെയാണ് നമുക്ക് ആ പരിപാടി സ്പോൺസർ ചെയ്യണേ എങ്ങനെയാവും? അതിന്റെ നമുക്ക് ആരാധനയായിട്ട് വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? നമുക്ക് അങ്ങനെ സ്പോൺസർ ചെയ്യാൻ വല്ലതും? ഇന്നത്തതല്ല ബ്രദറെ, നമുക്ക് സൺഡേ ദിവസങ്ങളിലാണ് ഉള്ളത്. സൺഡേ നമുക്ക് വരുന്നവർക്ക് എത്ര പേര് വരുന്നുണ്ടാവും? നമുക്കൊരു ഭക്ഷണം കൊടുക്കാനാണേല് ഫുഡ് കൊടുക്കുക 25,000 ബ്രദറെ. 25,000 രൂപ. അത് നമുക്ക് കാറ്ററിംഗുകാരെ ഞങ്ങൾ കൊടുത്ത് ഫുഡ് കൊടുക്കാവോ അതോ നമുക്ക് അവിടെ പൈസ നമ്മൾ അവിടെ കൊടുക്കുവോ? എങ്ങനെ ബ്രദറെ? നമുക്ക് നേരിട്ട് ബ്രദറിനെ ക്യാഷ് ഏൽപ്പിക്കാം. അപ്പം ബ്രദർ കുറിച്ച് പ്രാർത്ഥിച്ച് വാങ്ങാം. അതിനുശേഷം നമുക്കതിന് നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. നമ്മുടെ ആവശ്യം എന്താണോ അത് പറയുക. ഫുഡിന്റെ നമ്മൾ അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ അതോ ഞാൻ പൈസ മാത്രം തന്നാൽ മതിയോ? ക്യാഷ് ഇവിടെ ബ്രദറിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മൾ ഫുഡ് ചർച്ചയും തന്നെയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു സാധാരണ എന്തൊക്കെ വിഭവമാണ് നമുക്ക് കൊടുക്കുന്നത്? ഇപ്പൊ 25,000 തന്ന പാഴ്സലാണ് ബ്രദറെ. അല്ല, നമുക്ക് അവിടെ വരുന്ന വിശ്വാസികൾക്ക് മാത്രം കൊടുക്കാൻ. അത് തന്നെ ബ്രദറെ, അത് പാഴ്സലാണ്. പാഴ്സലാണോ? പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും. അത് എത്ര പേർക്ക് നമ്മൾ കൊടുക്കും? അവിടെ ചർച്ചിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കും. ഇപ്പൊ ഈ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോ കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു അടുത്ത ബന്ധുവാണേ. അന്നേരം അവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്കൊരു കുട്ടികൾ ഉണ്ടാകുന്നില്ല ഇപ്പൊ വർഷങ്ങളായിട്ടും, ഒരു 8-9 വർഷമായിട്ട്. അന്നേരം അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ സഹായത്തിന് ഒരു എന്തെങ്കിലും പ്രത്യേക ഇത് വല്ലതും ഉണ്ടോ? പാക്കേജ് പ്രത്യേകം എന്തെങ്കിലും? അങ്ങനെ പാക്കേജ് എന്നല്ല ബ്രദറെ, നമ്മുടെ മനസ്സിൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏത് നേർച്ച വേണമെങ്കിലും ചെയ്യാൻ ചർച്ചിൽ വന്നിട്ട്. അങ്ങനെയാണ്. അതുപോലെ നമുക്ക് ഈ സ്പെഷ്യൽ പ്രയറിന് നമുക്ക് പാസ്റ്ററെ കണ്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ അതോ സ്വോത്ര കാഴ്ച ഇട്ടാൽ മതിയോ? അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം പോലെയാണ്. നമുക്ക് എത്രയാണോ കൊടുക്കാൻ മനസ്സിലൊരു ആഗ്രഹം അതനുസരിച്ച് ചെയ്യുക. ഈ നമുക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്കൊരു VIP ലെവലിൽ കാണാനാണല്ലേ നമുക്ക് ഇത്തിരി ഇത് എമൗണ്ട് കൂട്ടുക എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ബ്രദറെ, അങ്ങനെ ക്യാഷ് കൊടുത്ത് കയറുന്ന പരിപാടിയൊന്നും അല്ല. നമ്മളിവിടെ വരിക, ടോക്കൺ എടുക്കുക, ടോക്കൺ നമ്പർ വിളിക്കും, അതിൽ പ്രയറിന് കയറുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ട് വന്നോളാം. ശരി ബ്രദറെ. ഓക്കെ, വൈകുന്നേരം
എത്തുന്നേ. സമയം എത്ര മണിക്കാ? വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെ. 5 to 9 അല്ലേ? ആ. ഇതിന് ഭക്ഷണം ഉണ്ടാവും ഇതിന് ശേഷം? അതോ നമ്മൾ എങ്ങനെയാ? ഇത് നമുക്ക് പേഴ്സണൽ പ്രെയർ ആണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകൂലേ, ഡോക്ടറിനെ നേരിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കയറൂലേ, അതേപോലെയാണ്. പേഴ്സണൽ ആയിട്ടുള്ള പ്രെയർ ആണ് നമുക്ക് വേണ്ടി. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. മന്ത്രം ഒത്തിരി ആൾക്കൂട്ടം ഉണ്ടാവും? എന്നാൽ ഒത്തിരി നമ്മൾ ലേറ്റ് ആണ്ടി വരുവോ? അതോ അങ്ങനെയല്ല ബ്രദർ, എത്ര മണിക്കാണോ വരുന്നത് അതനുസരിച്ചിട്ട്. അങ്ങനെ ഇന്ന് വൈകിട്ട് ഞാൻ വന്നോളാം. ചെയ്തു തരാം. ഓക്കെ. എത്ര മണിക്ക് ബുക്ക് ചെയ്തിട്ട്? 6 മണിക്ക് ബുക്ക് ചെയ്യട്ടോ? ഒരു 6:30 ആയിക്കോ. ചെയ്തു തരാം. 6:30 ബുക്ക് ചെയ്തിട്ടുണ്ട്. സഹോദരിയുടെ പേര്? അല്ല ബ്രദറെ, പ്രെയർ ലൈനിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ആണ്. സിസ്റ്റർ പേര്? പേര് പറയുന്നില്ല. ചെയ്തു തരാം. ഓക്കെ. 6:30 ബുക്ക് ചെയ്തിട്ടുണ്ട്. 164 കോഡ് നമ്പർ. ഇപ്പൊ ഇത് നമ്മുടെ കോഡ് നമ്പറാണ്. ബ്രദർ വരുമെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത നമ്പറാണ്. 164 പറഞ്ഞാൽ മതിയോ? വന്നിട്ട് വന്ന ഉടനെ ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തിട്ട് ആ ടോക്കൺ നമ്പറിൽ ബ്രദറിനെ വിളിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ബ്രദറിനോട് സംസാരിക്കാം. ആയിക്കോട്ടെ. ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ. ഈ ഗജഫ്രോഡിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റും ടോക്കണും എടുക്കണം. അപ്പോയിന്റ്മെന്റിന് പണമില്ല എന്ന് പറഞ്ഞാലും ചെല്ലുമ്പോൾ 1000 രൂപയാണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. പിന്നെ ആളും തരവും അറിഞ്ഞ് അവരെ ഊറ്റും. അവരെ കൊണ്ട് ഇവൻ്റെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യിക്കും. ഇവൻ്റെ സകല പ്രോഡക്റ്റുകളും അവിടെ പോകുന്നവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഒരു 10 മിനിറ്റ് ഈ തീവട്ടിയോടൊപ്പം ഒരു മുണ്ണ ഇരുന്നാൽ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് അടിമയാക്കും. അവർ പിന്നീട് എന്ത് വേണമെങ്കിലും ഇവന് വേണ്ടി ചെയ്യും. ആ സമയം കൊണ്ട് ഇവരുടെ സകല വിവരവും ഇവൻ മനസ്സിലാക്കി തുടർന്നുള്ള പരിപാടികളെല്ലാം ഈ പേഴ്സണൽ വിവരങ്ങൾ അനുസരിച്ചായിരിക്കും. വളരെ സുസജ്ജമായ ഒരു കോൾ സെൻറ്റർ പ്രെയർ ലൈൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ട്രാൻസ് എന്ന ചിത്രം കണ്ടാണ് ഇവന്മാർ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇവന്മാരെ തളയ്ക്കുവാൻ നമ്മുടെ നാട്ടിൽ പല പല നിയമങ്ങളുണ്ടെങ്കിലും അവ പാലിക്കേണ്ടവർ പോലും ഇത്തരം തീവട്ടികളുടെ അടിമകളാണ്. ഞാനൊരു എപ്പിസോഡിൽ മുൻപ് പറഞ്ഞിരുന്നല്ലോ, ഒരു ജില്ലാ ജഡ്ജി ഇതുപോലൊരു തീവട്ടി പാസ്റ്ററുടെ അടിമയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. ഭാര്യയുടെ ശരീരത്തിൽ കാളിയാണ് എന്ന് പാസ്റ്റർ പറഞ്ഞ് പേടിപ്പിച്ച് വിശ്വസിപ്പിച്ചിരിക്കുന്നതിനാൽ അവരുടെ ശരീരത്തിൽ ഈ ജഡ്ജി തൊട്ടിട്ട് 8 വർഷമായത്രേ. പ്രമാദമായ ജഡ്ജിമെന്റ് പോലും പാച്ചറെ കാണിച്ചിട്ട് അദ്ദേഹം വിധി പ്രസ്താവിക്കൂ. ജഡ്ജിയുടെ മാസശമ്പളം മുഴുവൻ ഈ കള്ളപ്പാച്ചർ കബളിപ്പിച്ചു കൊണ്ടുപോവുകയാണെന്നായിരുന്നു ഭാര്യയുടെ പരാതി. അതുകൊണ്ട് തന്നെ അവർ ഡൈവേഴ്സിന് വേണ്ടി ശ്രമിക്കുകയാണെന്നും. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒന്നും ഈ വ്യാധി ഒഴിഞ്ഞു പോകില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ തലയിൽ വെളിച്ചം കയറിയാൽ മാത്രമേ ഈ ആത്മീയ കുർവാസംഘത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ നമുക്ക് സാധിക്കൂ. ഈ കയ്യും കൊട്ടി തുള്ളിച്ചാടി പോകുന്നതിനെല്ലാം മാനസിക രോഗമാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. അത് സ്വയം മനസ്സിലാക്കിയാൽ പാതി വിജയിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.